അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ, പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാഹ് അഥവാ അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്നതായ ആ സൂറത്ത്. ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് പവിത്രതകളും നിറഞ്ഞ ഈ സൂറത്തിന് നാം ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറവുമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം റബ്ബ് സുബ്ഹാനഹു വ തആല തരുമെന്നാണ്. ജീവിത പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഈ സൂറത്ത് ഓതുന്നവന്, അത് പതിവാക്കുന്നവന് അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം, കാവൽ ലഭിക്കുന്നതാണ്. അതുപോലെ നാം ചെയ്യുന്ന ആരാധനകളിൽ വലിയ സംതൃപ്തി ഉണ്ടാകും, അതിലുള്ള അലസതകൾ നീങ്ങിക്കിട്ടാൻ കാരണമാകും. അപ്പോൾ ദുനിയാവുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സൂറത്തുൽ ഇൻഷിറാഹ് വളരെ ആത്മാർത്ഥതയോടുകൂടെ നാം പാരായണം ചെയ്യുകയാണ് എങ്കിൽ അതിലൂടെ രണ്ട് ലോകത്തും വിജയിക്കാൻ നമുക്ക് കാരണമാകുമെന്നാണ്. അതുപോലെ പ്രയാസങ്ങളൊക്കെ നീങ്ങി സന്തോഷവാനാകും. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകുമെന്നാണ്. അതുപോലെ പല ആളുകൾക്കും ഒരു പ്രയാസമായി കൊണ്ട് കണ്ടുവരുന്നൊരവസ്ഥയാണ് മനഃപ്പാടമില്ല, ഹിഫ്ളില്ല. നമ്മുടെ കുട്ടികളിൽ പല ആളുകളും അങ്ങനത്തുള്ള ഒരു അവസ്ഥ മാറിക്കിട്ടാൻ സൂറത്തുൽ ഇൻഷിറാഹ് അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്നതായ ആ സൂറത്ത് നാം പതിവാക്കിയാൽ മനഃപ്പാടമാക്കലിന് വലിയ ശക്തി ഉണ്ടാകും. അതുപോലെ സമ്പത്തില്ലാതെ ഇരിക്കുന്ന സമയത്ത്, അതിൽ ഞെരുക്കം വരുന്ന സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി തരാൻ കാരണമാകും ഈ സൂറത്ത് കൊണ്ട് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ, ദുന്യവിയും ഉഖ്റവിയുമായ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി ഏതൊരു നല്ല ആവശ്യത്തിനാണോ അത് വീടാൻ വേണ്ടിയാണ് ഞാൻ ഇത് നിയ്യത്താക്കി ചൊല്ലുന്നത് എന്ന് കരുതി ഒരാൾ ചൊല്ലിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ നടക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും എളുപ്പമാക്കി തരുമെന്നാണ്. അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനാണല്ലോ. കേവലം ഒരു ഖുർആനിലെ സൂറത്ത് മാത്രം ഓതിയത് കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നോളണം എന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഫർളും സുന്നത്തുമായ ഇബാദത്തുകളൊക്കെ എടുത്താൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നുകൂടെ ഇജാബത്ത് ലഭിക്കാൻ കാരണമാവുകയുള്ളൂ. എല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളൊക്കെ കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കുകയും നാം ഒരാളെയും കുറിച്ച് കുറ്റം പറയാതെ, മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ അസൂയയോ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളോ ഇല്ലാതെ ആത്മാർത്ഥതയോടുകൂടെ എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന സുമനസ്സുകളായ ആളുകളുടെ ഉടമയായി നാം എല്ലാവരും മാറിയാൽ മാത്രമാണ് എത്ര വലിയ ദിക്ർ ചൊല്ലിയാലും എത്ര വലിയ സൂറത്ത് ചൊല്ലിയാലും ഫലമുണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ നാം അവിടെ ഒഴിവാക്കി, ഞാൻ പെടുന്നനെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇത് ചൊല്ലിയാൽ ചിലപ്പോൾ ഫലം ലഭിച്ചോളണം എന്നില്ല. ഫർളായ സുന്നത്തായ ഇബാദത്തുകളൊക്കെ നമ്മൾ മുറമോലെ കൊണ്ടുപോയാൽ ഇതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും പകർന്ന് നിങ്ങൾ ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്താൽ, അറിവ് പകർന്നു കൊടുത്താൽ അവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കുമെന്ന ഒരു ഉറപ്പോടുകൂടെ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വലിയ പ്രതിഫലം തന്നനുഗ്രഹിക്കട്ടെ. ദുനിയാവും ആഖിറവും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിലും മുഅ്മിനാത്തുകളിലും നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.